ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മൾ ബേൺ-അവേ കേക്കൊക്കെ ഇല്ലേ, അതിൻ്റെ ടൈപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ സെല്ലോ ടേപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള റോളാണ് വേണ്ടത്. ആ ഒരു റോൾ എടുത്തിട്ട് അതിനെ പിങ്ക് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. എക്സ്ട്രാ വരുന്ന പീസ് ഒന്നെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു സർക്കിളിൻ്റെ അളവിൽ തന്നെ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിന് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന് എഴുതിയിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുക. ഇന്ന് നമുക്ക് ഹായ് പറയാനുള്ളത് ദുആ, ഫാത്തിമ, മെഹറിൻ, റഹീമ, അമ്മയ, മിസ്ന, ദക്ഷിണ, ഋത്തിക, ഋത്തിൻ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ ഹായ് വേണ്ടുന്നവർ നിങ്ങളുടെ പേരാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു പിങ്ക് റോളിൻ്റെ മേലെയായിട്ട് ഈ വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വീതി കുറവുള്ള സെല്ലോ ടേപ്പ് കഴിഞ്ഞ് ഒരു റോളും കൂടെ വേണം. അപ്പോൾ ആ ഒരു റോൾ എടുത്തിട്ട് അതിൽ നമ്മൾ ബ്രൗൺ കളർ പേപ്പറാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ആ പേപ്പർ ചുറ്റുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കർവ് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്ട്രോബെറി ചോക്ലേറ്റ് കേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതൊന്ന് ഈ ടേപ്പിൻ്റെ ചുറ്റിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ടേപ്പ് ഈ വൈറ്റിൻ്റെ മേലെ ഒട്ടിച്ചതിന് ശേഷം ഈ ബ്രൗണ് ചുറ്റി ഒട്ടിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴി എടുത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഈ ഒരു റോളിൻ്റെ ഉള്ളിൽ നല്ല നീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും ഒട്ടിക്കാത്തത്. അഥവാ നീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു പിങ്കിൻ്റെ മേലെയായിട്ട് സ്കെച്ച് പെൻ വെച്ചിട്ട് കുറച്ച് കളേഴ്സും കൂടെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഡാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പ്രിങ്കിൾസിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടിഷ്യൂ ആണ് വേണ്ടത്. ആ ടിഷ്യൂവിനെയും സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ 2024 എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതൊന്ന് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു തീപ്പെട്ടി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കത്തിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു 2024 കത്തിയിട്ട് ഹാപ്പി ന്യൂ ഇയർ 2025 എന്നുള്ളത് റിവീലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ തീനെ കൊണ്ട് കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.